ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുമോൻ്റെ കാല് ഡോക്ടർ ഒന്ന് നോക്കുകയാണ്. നോക്കിയതിന് ശേഷം ഗൗതത്തിൻ്റെയും പിങ്കിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, അതെ കാലിന് ചെറിയ മാറ്റമൊക്കെ കാണാനുണ്ട് കേട്ടോ. ഫിസിയോതെറാപ്പിയും കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ടാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങോട്ട്. പക്ഷേ നല്ല മാറ്റം തന്നെ കൊച്ചിൻ്റെ കാലിന് കാണുന്നുണ്ട്. എന്താ നിങ്ങളുടെ അടുത്ത് എഫേർട്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതം പറയുകയാണ്, അത് പിങ്കി നന്നായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൊച്ചിൻ്റെ കാര്യം നന്നായിട്ട് നോക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അവനിപ്പോൾ ഭയങ്കര ആത്മവിശ്വാസമാണല്ലോ. കൊച്ചിനും നല്ല വിശ്വാസം തന്നെയുണ്ട്. എന്താ അതിനുള്ള കാരണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദുമോൻ പറയുകയാണ്, അതെ വേറൊന്നും അല്ല ഡോക്ടർ അങ്ങളെ, അതെ എൻ്റെ ഡോക്ടർ ആൻറ്റി എനിക്കൊരു ഓൾമേറ്റ് തന്നായിരുന്നു കാലിൽ പുരട്ടാനായിട്ട്. അത് ഞാൻ എന്നും കാലിൽ പുരട്ടാറുണ്ട്. ഡോക്ടർ ആൻറ്റി എന്നോട് പറഞ്ഞിരിക്കുന്നത് കാലിൻ്റെ അസുഖം പെട്ടെന്ന് ഭേദമാക്കി തരുമെന്നാണ്. ഡോക്ടർ ആൻറ്റി കാരണമാണ് എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതം പറയുക, അയ്യോ മോനെ, അപ്പം അമ്മ നിനക്ക് കാലിന് ചൂടൊക്കെ പിടിച്ച് തരാറില്ലേ? അമ്മയും ഇതിന് കാരണക്കാരിയല്ലേ? അപ്പം ഡോക്ടർ അങ്ങനെയല്ല, ചൂട് പിടിച്ചത് കൊണ്ട് കൊച്ചിന് കാലിന് അത്ര വലിയ മാറ്റമൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. പക്ഷേ നന്ദുമോൻ പറഞ്ഞതിലും കാര്യമുണ്ട്. കാരണം നന്ദുമോൻ്റെ കാലിന് അത്രയും വലിയൊരു വ്യത്യാസമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ഡോക്ടർ ആൻറ്റി ആരാണ്? മോൻ എവിടെ വെച്ച് ഡോക്ടർ ആൻറ്റിയെ പരിചയപ്പെട്ടത്? അത് ശാന്തിപുരത്ത് വെച്ചാ. ഞാനൊരു ക്യാമ്പിന് പോയി കഴിഞ്ഞപ്പോഴേക്കുവാ ഡോക്ടർ ആൻറ്റിയെ കണ്ടത്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളും വിശദാംശ കാര്യങ്ങളെല്ലാം അവിടെ നമ്മുടെ നന്ദു പറയുക. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓഹോ അങ്ങനെയാണല്ലേ കാര്യങ്ങളൊക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഡോക്ടറെ പോയി ഒന്നും കൂടി കാണണം. കൊച്ചിൻ്റെ കാലാണല്ലോ ഏറ്റവും വലിയ മെയിൻ. ആ ഡോക്ടർ അങ്ങനൊരു വാഗ്ദാനം കൊച്ചിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഡോക്ടറെ കാണണം. എന്താണ് ആ ഡോക്ടറിൻ്റെ പേര് മോനെ എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ ഗൗതവും പറയാണ്, പറ മോനെ ആ ഡോക്ടർ ആൻറ്റിയുടെ പേരെന്താ? മോനെ ഓർമ്മ വല്ലതും ഉണ്ടോ? ഇല്ല, എനിക്ക് ഓർമ്മയില്ല. ഡോക്ടർ ആൻറ്റിയുടെ പേരെന്താന്ന് എനിക്കറിയില്ല അച്ഛാ എന്നിങ്ങനെ സംസാരിക്കാം. സാരമില്ല, എന്നാലും നിങ്ങൾ ശാന്തിപുരത്തേക്ക് പോകണം. നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് പോകണം. എന്നിട്ട് ഡോക്ടറെ കാണണം. ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. നമ്മൾ എത്രയോ ശ്രമിച്ചതാണ് ഗൗതം ഈ കൊച്ചിൻ്റെ കാലൊന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ വേണ്ടി. പക്ഷെ നമ്മളെ കൊണ്ടത് സാധിച്ചില്ലല്ലോ. ഇപ്പോൾ നല്ലൊരു മാറ്റം തന്നെയല്ലേ സംഭവിച്ചിരിക്കുന്നത്. ഇത് കേട്ട ഗൗതം ആണെങ്കിൽ, അല്ല ഡോക്ടർ തന്നെയാണോ ഈ സജക്റ്റ് ചെയ്യുന്നത്? കാരണം വേറൊരു ഡോക്ടറെ കാണാനായിട്ട് ഇന്നൊരു ഡോക്ടർ അങ്ങനെ സജക്ഷൻ ചെയ്യില്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതൊക്കെ ഗോസിപ്പാണെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ അങ്ങനെയും സംസാരിക്കുന്ന ഡോക്ടർമാരുണ്ടായിരിക്കും. പക്ഷെ ഞാൻ ആ കൂട്ടത്തിലല്ല കേട്ടോ. കൊച്ചിൻ്റെ അസുഖം ഭേദമാകുക അതാണല്ലോ നമുക്ക് ഏറ്റവും വലുത്. നമ്മളുടെ ചികിത്സേനേക്കാളും വേറെ സ്ഥലത്ത് നല്ല ചികിത്സ കിട്ടുമെങ്കിൽ അവിടെ പോകും തന്നെയായിരിക്കും നല്ലത്. ഇനി നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടി തയ്യാറെടുത്തിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദയാണ്. അപ്പം നന്ദയാണെങ്കിൽ കൊച്ചി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് ആകെ സങ്കടപ്പെട്ടിരിക്കുക. അപ്പോഴാണ് ഗൗരിമോൾ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഗൗരിമോളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദ കരഞ്ഞങ്ങോട്ട് കാണിക്കുകയാണ്. എന്നാലും എൻ്റെ മോൾ എന്നോട് വഴക്കിട്ടല്ലോ. അമ്മ എന്തിനാ അമ്മ കരയുന്നത്? എൻ്റെ മോൾ എന്നോട് വഴക്കിട്ടല്ലോ. എൻ്റെ മോൾ എന്നോട് സംസാരിക്കുന്നില്ലല്ലോ. ഇല്ലമ്മേ, ഞാൻ അമ്മയോട് വഴക്കിടില്ല. സത്യമാണോ? ഇനി അമ്മയെ വേദനിപ്പിക്കുന്ന രീതിയിൽ അമ്മയോട് സംസാരിക്കോ? ഇല്ലമ്മേ, ഞാൻ ഒരിക്കലും അമ്മയെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കില്ല. അത് ഉറപ്പാ. ആണോ? എങ്കിലും അമ്മയൊന്ന് കെട്ടിപ്പിടിച്ചേ. അങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ഇനി മോള് അച്ഛനെക്കുറിച്ച് വല്ലതും ചോദിക്കോ? ഇല്ലമ്മേ, ഞാൻ അച്ഛനെക്കുറിച്ച് ഒന്നും ചോദിക്കില്ല അമ്മയോട്. എനിക്കെല്ലാം മനസ്സിലായി അമ്മേ. അപ്പോൾ അമ്മയാണോ ഇഷ്ടം അച്ഛനെയാണോ ഇഷ്ടം മോൾക്ക്? എനിക്കെൻ്റെ അമ്മയെ തന്നെ ഇഷ്ടം. ആണോ? ഞാൻ കേട്ട സത്യം തന്നെയാണോ? അമ്മയാണോ ഇഷ്ടം? അങ്ങനെയാണെങ്കിൽ അച്ഛനെക്കുറിച്ച് ഒന്നും ഇനി ചോദിക്കാനായിട്ട് പാടില്ല. ഇല്ലമ്മേ, ഞാൻ അച്ഛനെക്കുറിച്ച് ഇനി ഒന്നും ചോദിക്കില്ല. ഇനി അഥവാ അച്ഛൻ മോളുടെ അടുത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലോ? അപ്പോൾ ആരെയായിരിക്കും ഇഷ്ടപ്പെടാനായിട്ട് പോകുന്നത്? എന്നാലും എനിക്ക് എൻ്റെ അമ്മയെ തന്നെയാ. കാരണം ഞാൻ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ, അച്ഛനെന്നെ സ്നേഹിച്ചിട്ടുമില്ലല്ലോ. അപ്പം പിന്നെ ആരെങ്കിലും വന്ന് അച്ഛനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അമ്മയെ സ്നേഹിക്കുന്നത്? എനിക്ക് എൻ്റെ അമ്മയോട് തന്നെയായിരിക്കും സ്നേഹം. എൻ്റെ ചക്കര മോള് എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിന് കുറേ ഉമ്മയൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ നന്ദ. അപ്പം നന്ദയ്ക്ക് ആശ്വാസമായി. കാരണം ഇനി കൊച്ചി അച്ഛനെക്കുറിച്ച് ചോദിക്കില്ലല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇന്ത്യവരമാണ്. അപ്പോൾ ഇന്ത്യവരത്തിൽ മോഹിനിയും ലക്ഷ്മിയും അരുന്ധതിയും ഒക്കെ സംസാരിക്കുകയാണ്. പിങ്കി ഡോക്ടർ പറഞ്ഞ കാര്യത്തെക്കുറിച്ചും പറയുകയാണ്. ഏതായാലും ഞങ്ങൾ ശാന്തിപുരത്തേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു വല്യമ്മ. കാരണം നന്ദുമോൻ്റെ കാലാണല്ലോ, അത് സുഖപ്പെടുത്തി എടുക്കണമല്ലോ. നന്ദുമോൻ പറയുന്നത്
അവിടുത്തെ ആ ഡോക്ടർ ആൻറ്റിയാണ് ആ ഒരു ഓയിൽമെൻറ്റ് കൊടുത്തത്. ആ ഓയിൽമെൻറ്റ് കൊടുത്തതിന് ശേഷം അവന് നല്ലൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ പിന്നെ ശാന്തിപുരത്ത് തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മോഹിനിക്കാണെങ്കിൽ അത് വല്ലാത്തൊരു പുച്ഛം. പിന്നെ കൊച്ചു ഒരു ഓൾമെൻറ്റ് പുലർത്തി കഴിഞ്ഞപ്പോഴേക്കും കാല് സുഖപ്പെട്ടു അത്രേ. അതെന്തെങ്കിലും സംഭവിക്കോ? കൊച്ചിങ്ങനെ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ഇറങ്ങി പുറപ്പെടാൻ തീരുമാനിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? കാള പെട്ടെന്ന് പറഞ്ഞു തന്നെ കയറെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? മോഹിനി, നീ എന്താ പറഞ്ഞു വരുന്നത്? അപ്പോൾ നന്ദുമോൻ പറഞ്ഞത് മുഴുവൻ കള്ളത്തരമെന്നാണെന്നാണോ? പിന്നെ ഒരു ഓൾമെൻറ്റ് വരട്ടെ ആ കാലം സുഖപ്പെടും. എത്രയോ സ്ഥലത്ത് പോയി ചികിത്സിച്ചതാ, എന്നിട്ട് അതൊന്നും സാധിച്ചില്ലല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് അരിശം വരിക. അപ്പോൾ പിങ്കി, ദേ ചെറിയമ്മ മിണ്ടാതിരിക്കുക. എന്തറിഞ്ഞിട്ടാണ് ചെറിയമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മുടെ കുഞ്ഞല്ലേ നന്ദുമോൻ. ആ നന്ദുമോൻ്റെ കാല് എവിടെ പോയാണെങ്കിലും ചികിത്സിക്കണ്ടേ? അതുമാത്രമല്ല, ഈ നന്ദുമോനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത് ആ ശാന്തിപുരത്ത് പോയി ആ ഡോക്ടറെ കാണണമെന്ന്, കണ്ട് സംസാരിക്കണമെന്ന്, അവൻ്റെ കാല് സുഖപ്പെടുമെന്ന്, അവൻ നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന്. നമ്മുടെ വീട്ടിലെ കുട്ടിയല്ലേ. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മോഹിനിക്ക് കലി വരിക. മോഹിനി ഇങ്ങനെ മനസ്സിന്തിക്കണം, പിന്നെ നമ്മുടെ വീട്ടിലെ കുട്ടി ഏതോ സ്ഥലത്തുനിന്ന് പോയി ദത്തെടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ കുട്ടിയാണെന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാവുമല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്താ മോഹിനി, നീ എന്താ കിടന്ന് പിറുപിറുക്കുന്നത്? പറയാനുള്ള കാര്യങ്ങൾ ഞാൻ മുഖത്ത് നോക്കി പറയും. എനിക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. നിങ്ങൾ ഒരാളെന്തെങ്കിലും പറഞ്ഞു വിചാരിച്ച് ഓടി കയറി പുറപ്പെട്ടാൽ എങ്ങനെ ശരിയാകുന്നത്? ഡോക്ടർമാരങ്ങനെ പലതും പറയും. ആഹാ, അങ്ങനെയാണോ മോഹിനി? ഡോക്ടർമാരങ്ങനെ പലതും പറയും അല്ലേ? അപ്പോൾ ഡോക്ടർമാർ പറയുന്നൊന്നും കേൾക്കാനായിട്ട് നിൽക്കണ്ട അല്ലേ മോഹിനി? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇനി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിന്നോട് വന്ന് ചോദിക്കാം. എന്നിട്ട് നീ പറ, ഞങ്ങൾ എവിടെ പോകണം, എന്ത് ചെയ്യണം എന്നൊക്കെ നീ പറ. അതിനനുസരിച്ച് ഞങ്ങൾ പോകാം. എന്താ മോഹിനി, അത് മതിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവള് പറയുന്നൊന്നും കാര്യമാക്കണ്ട പിങ്ങി. എത്രയും പെട്ടെന്ന് മകനായിട്ട് നീ പോകണം. പിന്നെ ഗൗത്തിൻ്റെ കൂടെ നീയും പോകുന്നുണ്ടോ? പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് തന്നെയാണ് പോകുന്നത് വല്യമ്മേ. അവിടെ പോയി മോൻ്റെ ചികിത്സ എത്രയും പെട്ടെന്ന് നടത്തണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മോഹിനി, എടി പിങ്കി, നിനക്ക് ഗൗതത്തിൻ്റെ കൂടെ ഒറ്റയ്ക്ക് പോകാൻ കിട്ടിയ ചാൻസ് ആണല്ലേ, അത് നീ പാഴാക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. എന്നിട്ട് കൊച്ചിൻ്റെ ചികിത്സയെന്ന് പറഞ്ഞുള്ളൊരു പേരും ഇത് ഞാൻ പൊളിച്ചടുക്കി കൈ തരോടി പിങ്കി എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് മോഹിനി. അങ്ങനെ മോഹിനിയും അതേപോലെ തന്നെ ഇവരൊക്കെ ഇങ്ങനെ എണീറ്റ് പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ നന്ദുവിനെയാണ്. അപ്പം നന്ദു ആണെങ്കിൽ ഫോൺ വിളിച്ച് ഗൗരിമോളോട് കാര്യം പറയുകയാണ്. ആണോ നന്ദുമോൻ പറഞ്ഞത് സത്യം തന്നെയാണോ? നിങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ട് പോവുകയാണോ? അതേ ഗൗരി, ഞങ്ങൾ അങ്ങോട്ട് വരിക. ഞാനും എൻ്റെ പപ്പയും എൻ്റെ അമ്മയും ഒരുമിച്ചാണ് വരുന്നത്. ഡോക്ടർ ആൻറ്റിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് വരുന്നത്. എന്നോട് പറഞ്ഞല്ലോ എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ ആൻറ്റിയെ പോയി കാണാനായിട്ട്. എൻ്റെ കാല് സുഖപ്പെടുത്തി തരുമോ ഡോക്ടർ ആൻറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, പിന്നെ അല്ലാതെ നന്ദു ഇങ്ങോട്ട് വാ, എൻ്റെ അമ്മ നന്ദുവിൻ്റെ കാല് സുഖപ്പെടുത്തി തരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. അപ്പോഴാണ് പിങ്കി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ പിങ്കി ചോദിക്കുക ആരാണെന്ന്. അതെ ഗൗരിയാ. ആണോ? ഗൗരിയാണോ? എങ്കിൽ പിന്നെ ആ ഫോൺ തന്നെ, ഞാൻ നിൻ്റെ ഗൗരിയോടൊന്ന് സംസാരിക്കട്ടെ. അങ്ങനെ പിങ്കി മേടിച്ചിട്ട്, ഗൗരിമോളെ, ഞാനേ നന്ദുവിൻ്റെ അമ്മയാ. ആണോ? നന്ദുവിൻ്റെ അമ്മയാണോ? മോൾക്ക് സുഖമാണോ? ആ സുഖം തന്നെയാ. മോളുടെ അമ്മ എവിടെ? മോളുടെ അമ്മയുടെ കയ്യിലേക്കൊന്ന് ഫോൺ കൊടുക്കാവോ? അതെ, അമ്മ അപ്പുറത്താ. എന്തിനാ ആൻറ്റി എന്ന് ചോദിച്ചപ്പോഴേക്കും, അതൊരു അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടിയാ. അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് പോന്നാൽ മതി. എൻ്റെ അമ്മയ്ക്ക് അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. ആഹാ, നല്ല മിടിക്കുകയാണല്ലോ, നല്ലതിൽ തന്നെ സംസാരിക്കുന്നുണ്ടല്ലോ. താങ്ക് യു ആൻറ്റി. നിങ്ങളെല്ലാവരെയും ഞാൻ കാത്തിരിക്കാം കേട്ടോ, പെട്ടെന്ന് തന്നെ വരണേ. എന്നാൽ ഫോൺ വെക്കട്ടെ. ശരി മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കി നന്ദുമോനോട് പറയാണ്, നിൻ്റെ ഗൗരിക്കുട്ടി ആള് മിടിക്കുകയാണല്ലോ. അതെ, മിടിക്ക് തന്നെയാണ്. അമ്പട കേമാ. അങ്ങനെ ഗൗരി ഫോൺ കട്ട് ചെയ്യുന്നത് നമ്മുടെ നന്ദ കാണുക. അപ്പം നന്ദ ചോദിക്കണം ആരാണെന്ന്. അമ്മേ, അത് നന്ദുമോനാ, അവരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഇങ്ങോട്ടോ? അതെ, നന്ദുമോനും പപ്പയും അമ്മയും ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. എന്തിനാണെന്നറിയാമോ? നന്ദുമോൻ്റെ കാല് സുഖപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി, അമ്മയുടെ ചികിത്സ തേടാൻ വേണ്ടിയാ അവരിങ്ങോട്ട് വരുന്നത്. അമ്മേ, നന്ദുമോൻ്റെ കാല് സുഖപ്പെടുത്തി കൊടുക്കണേ. ആഹാ, അത് കൊള്ളാലോ. അപ്പോൾ ഇപ്പം സന്തോഷമായി എൻ്റെ ഗൗരിക്കുട്ടിക്ക്. എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമായി അമ്മേ എന്നിങ്ങനെ സംസാരിക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പിങ്കി എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ലക്ഷ്മി അങ്ങോട്ട് വന്നിട്ട്, മോളെ, അപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം എടുത്തോ? ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അമ്മ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അതേതായാലും നന്നായി, നിങ്ങൾ 3 പേരും പോയിട്ട് വാ. ശാന്തിപുരം അല്ലേ?
പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ശാന്തമായ സ്ഥലമാണെന്ന്. ശാന്തമായ സ്ഥലമാണോ ഇനി അശാന്തി നിറഞ്ഞ സ്ഥലമാണോ എന്നൊക്കെ അവിടെ ചെന്നാലല്ലേ മനസ്സിലാവുള്ളൂ. ഒരിക്കലുമില്ല മോളെ, നീ എന്താ അങ്ങനെ പറഞ്ഞത്? അല്ലമ്മേ, ഈ പേരിനനുസരിച്ച് സ്ഥലമാവണമെന്നില്ലല്ലോ. അവിടെ ചെല്ലുമ്പോൾ ഒരാൾക്കാരുടെ സ്വഭാവം എനിക്ക് തോന്നില്ല. നിങ്ങളുടെ 3 പേരുടെ ഈ യാത്ര നല്ലൊരു വഴിത്തിരിവിലേക്ക് തന്നെ പോകും. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും നല്ല റിസൾട്ട് തന്നെയായിരിക്കും ഉണ്ടാകാനായിട്ട് പോകുന്നത്. നമ്മുടെ നന്ദുമോനെ കാലെല്ലാം സുഖപ്പെട്ട് ഇവിടെ കൂടി ഓടി നടക്കുന്നത് നമ്മളെല്ലാവരും കാണും മോളെ. അമ്മേ, അത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. നന്ദുമോൻ ഇവിടെ കൂടി ഓടി നടക്കുന്നത് അങ്ങ് കാണണമെന്ന് തന്നെയാണ് എൻ്റെയും പ്രാർത്ഥന. അമ്മേ, ആ ആഗ്രഹം സാധ്യമാകുമെന്ന് എൻ്റെ മനസ്സിപ്പോൾ പറയുന്നുണ്ട്. പിന്നെ ശാന്തിപുരത്തേക്ക് ചെല്ലുമ്പോഴേക്കും നന്ദുവിന് മാത്രമല്ല പിങ്കി, നിൻ്റെയും ഗൗതത്തിൻ്റെയും ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. എന്താ ആൻറ്റി എന്താ പറഞ്ഞു വരുന്നത്? അത് തന്നെ, ഗൗതത്തിൻ്റെ മനസ്സ് മാറുക തന്നെ ചെയ്യും. നിന്നെ സ്വീകരിക്കും. നിന്നോടുള്ള ഇഷ്ടം അവന് കൂടുകയും ചെയ്യും. അങ്ങനെയൊക്കെ എൻ്റെ മനസ്സ് പറയുന്നു. നല്ലൊരു വഴിത്തിരിവായിരിക്കും ഇത്. പിന്നെ എല്ലാ കാര്യങ്ങളും ഇനി നീ നോക്കണം മോളെ. നിന്റെ കഷ്ടപ്പാടും യാചനകളെല്ലാം ഗൗതം അത് മനസ്സിലാക്കും. അത് മനസ്സിലാക്കുന്ന കാലം വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കും നമ്മുടെ നന്ദ. അപ്പം നന്ദ പഴയ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇന്ത്യവരത്തിൽ നിന്ന് കുഞ്ഞിനെയിട്ട് നന്ദ പടിയിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഗൗതം ബാഗ് വലിച്ചെറിഞ്ഞതും കഥ കടച്ചതും അങ്ങനെയായതായ ചില കാര്യങ്ങളെല്ലാം അവിടെ ആലോചിക്കുക. അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്കാകെ സങ്കടം വരുന്നു. അപ്പോഴേക്കും വരുന്നു നിർമ്മല്. അപ്പം നിർമ്മല്, നന്ദ ഇവിടെ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? എന്താ നന്ദയുടെ മുഖത്തൊരു ടെൻഷൻ? അത് പിന്നെ ഞാൻ ചില പഴയ കാര്യങ്ങൾ നിർമ്മലങ്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി ആ സമയത്ത് വിളിച്ചുകൊണ്ട് വരികയാണ്. ഗൗരിമോളെന്ന് സന്തോഷത്തിലാണല്ലോ. ഗൗരിമോളെ, ഞാനിങ്ങോട്ട് വന്നതേ എന്തിനാണെന്നറിയാവോ? എന്തിനാ? അതെ, നമ്മൾ പറഞ്ഞില്ലായിരുന്നോ അമ്യൂസ്മെന്റ് പാർക്കിൽ പോകുന്നു, അതിന് പോകാനായിട്ട്? വേണ്ടങ്ങളെ, അതൊന്നും പോകേണ്ട കാര്യമില്ല. ഗൗരിക്കുട്ടി തന്നെയാണോ ഈ പറയുന്നത്? അതൊന്നും പോകേണ്ട കാര്യമില്ലെന്നോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? അതെ, എനിക്കിന്ന് വളരെയേറെ സന്തോഷം തന്നെയാണ്. കൊള്ളാലോ. എന്താ അവളോട് തന്നെ ചോദിക്ക്, അവള് പറയും. അതെ, എൻ്റെ ഫ്രണ്ടില്ലേ നന്ദു, ആ നന്ദുവും നന്ദുവിൻ്റെ പപ്പയും അമ്മയും ഒക്കെ വരുന്നുണ്ട്. നന്ദുവിൻ്റെ കാല് ചികിത്സിക്കാൻ വേണ്ടി അമ്മയെ കാണിക്കാൻ വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ എനിക്ക് സന്തോഷമാണ്. പിന്നെ റൂമൊക്കെ റെഡിയാക്കണം, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ച് വെക്കണം. അതിനു വേണ്ടിയാ. കൊള്ളാലോ. അതെ, എൻ്റെ നന്ദു കൂട്ടുകാരനെ കണ്ടിട്ടേ പോകാൻ പാടുള്ളൂ കേട്ടോ. നിർമ്മലങ്കള് ഇവിടെ തന്നെ ഉണ്ടാകും? പിന്നെ ഞാനുണ്ടാകും. ഇനി 2-3 ദിവസം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ആണോ? എങ്കിൽ പിന്നെ ഞാനതെല്ലാം റെഡിയാക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗരി അങ്ങോട്ട് കയറി പോവുകയാണ്. അപ്പോൾ നമ്മുടെ നിർമ്മല നന്ദയോട് പറയാണ്, നന്ദ സന്തോഷിക്കാനായിട്ടൊക്കെ വരട്ടെ, ചില ദുഃഖവാർത്തയുണ്ട്. എന്ത് ദുഃഖവാർത്ത? അത് ആ മേയറിൻ്റെ മകനില്ലേ, അവൻ ഇന്നലെ ജയിലിൽ തൂങ്ങി മരിച്ചു എന്ന് പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദ ആകെ ഒന്ന് ഞെട്ടിപ്പോയി. ഇനി സൂക്ഷിക്കണം, കാരണം ഇനി ആ സ്ത്രീ വെറുതെ ഇരിക്കില്ല. ഗൗരിമോളെയും നന്നായിട്ട് സൂക്ഷിച്ചേ മതിയാവുള്ളൂ എന്നവിടെ പറയുക. ഇതും കൂടി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. ബൈ.